പ്രേംലത 2016 ബാംഗ്ലൂരിലാണ് ആദ്യമായി സ്റ്റുഡിയോയുടെ ഒരു സ്റ്റോർ തുറക്കുന്നത്. അതിനുശേഷം വലിയ മികച്ച മുന്നേറ്റമായി സ്റ്റുഡിയോ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ ടാറ്റയുടെ കൂടി ഇതാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെ ബഹിഷ്കരിക്കാനായി ആളുകൾ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുകയാണ്. കുറെ സുഡാപ്പികൾ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്തു വരുന്നു. സ്റ്റുഡിയോ നേരത്തെ ഉള്ളതിനേക്കാൾ ഈ ബഹിഷ്കരണ സമയത്ത് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ടാറ്റയുടെ ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാൽ ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പോലും പറ്റില്ല എന്നുള്ളത് ഈ മണ്ടന്മാരായ സുഡാപ്പികൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണോ? ആദ്യം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം സ്റ്റുഡിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാര്യം രത്തൻ ടാറ്റയുടെ ഒരു വീക്ഷണമുണ്ട്. അയാൾ എപ്പോഴും സാധാരണക്കാരെ കരുതി ഒരു വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷെ എപ്പോഴും സാധാരണക്കാരുടെ ചിന്താഗതിയിൽ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടണം, ആദ്യം രാജ്യം, തൻ്റെ രാജ്യമാണ് വികസിക്കേണ്ടതെന്ന കാഴ്ചപ്പാടിൽ വലിയൊരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയ ആളാണ് രത്തൻ ടാറ്റ. ടാറ്റ അനന്തരാവകാശിയാണ് രത്തൻ ടാറ്റ. അപ്പോൾ ഈ സ്റ്റുഡിയോ എന്ന കൺസെപ്റ്റും അത് തന്നെയാണ്. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിരവധി ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, ഇതിലൊക്കെ വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ അമിത വിലയ്ക്ക് ഈ ഓൺലൈൻ കാര്യം അതിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് നല്ല ആകർഷകമായിരിക്കും. അങ്ങനെ അതിൽ നമ്മൾ ചെന്ന് വീഴാറുണ്ട്. വളരെ ഉയർന്ന വിലയിൽ കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുമുണ്ട്. ഇതേപോലെ ചില വലിയ ടെക്സ്റ്റൈൽ ബ്രാൻഡുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതെല്ലാം ഇതേപോലെ അമിതമായ വില, കാര്യം അവർ ഈടാക്കുന്ന പരസ്യവും അതെല്ലാം കൂടി കണക്കാക്കിയാണ് വലിയൊരു വില ഈടാക്കുന്നത്. ഇതെല്ലാമാണ് നമ്മൾ വാങ്ങുന്നത്. സ്റ്റുഡിയോയുടെ ഏതെങ്കിലും ഒരു പരസ്യം TV ചാനലിലോ പത്രത്തിലോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ലാഭം കൂടി ആ ചിലവും കൂടി അവർ ഈ പറയുന്ന തുണികൾക്ക് അതിൻ്റെ വില 1000 രൂപയിൽ താഴെയുള്ള ഉൽപ്പന്നങ്ങൾ, അതാണ് സ്റ്റുഡിയോയുടെ പ്രത്യേകത. സാധാരണക്കാർക്ക് അതായത് നാട്ടും പുറത്തുള്ളവനും ഫാഷനബിൾ ആയിട്ടുള്ള പുതിയ ട്രെൻഡി വസ്ത്രങ്ങൾ, അതാണ് സ്റ്റുഡിയോയുടെ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്കെതിരെ പ്രതിഷേധം വരാൻ കാരണം ടാറ്റ ഒരു വലിയൊരു വ്യവസായ സാമ്രാജ്യമാണല്ലോ. അവർക്ക് ഈ പറയുന്ന മൊട്ടുസൂചി മുതൽ അങ്ങ് വിമാനങ്ങൾ വരെ അതിൽ പങ്കാളിത്തമുണ്ട്. നിർമ്മാണത്തിലായാലും ശരി, നടത്തിപ്പിലായാലും ശരി. സ്വാഭാവികമായിട്ട് ഒരു പ്രതിരോധ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ സേനയുമായിട്ട് ടാറ്റയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. അവിടെ ഈ സൈന്യത്തിന് വേണ്ട ക്ലൗഡ് സർവീസ്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് വേണമെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറയാം, അത് വേണ്ടി ഡാറ്റ അതേപോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനാണ് ഈ ക്ലൗഡ് സർവീസ്. അത് ഈ ടാറ്റയുടെ TCS ആണ് കൊടുക്കുന്നത്. അതുകൂടാതെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിലും സൈനിക വാഹനങ്ങളുമടക്കം ടാറ്റയുടെ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ചില യന്ത്രഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ഇടപെടൽ അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇപ്പോൾ ലാൻഡ് റോവർ ഉദാഹരണം പറയാം, അത് ടാറ്റയുടെ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലുമായി സഹകരിച്ച് നിൽക്കുന്നു എന്നൊരു കാരണത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന സ്റ്റുഡിയോ, അവരുടെ ഏറ്റവും പുതിയ കൺസെപ്റ്റാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ടാറ്റയിൽ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വാഹനങ്ങൾ, നമുക്ക് കണ്ണിൽ കാണാവുന്ന വാഹനങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, കാർഷിക ഉപകരണങ്ങളുണ്ട്, വിത്തുണ്ട്, വളമുണ്ട്, എല്ലാം ഉണ്ട്. ഈ തുണിക്കടയ്ക്ക് മുമ്പിൽ മാത്രം എന്തുകൊണ്ട് പ്രതിഷേധം? സ്വാഭാവികമായി സംശയം വരും. ഇപ്പോൾ വരുന്ന ചില പ്രചരണങ്ങൾ അതിൽ കുറച്ച് കഴമ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഇടയിൽ ഇടക്ക് കയറി ഗോളടിക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇറക്കുമതി തുണിത്തരങ്ങളാണ്, ടെക്സ്റ്റൈലാണ്. അവിടെ ഈ ലോ ക്വാളിറ്റി മുതൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൻ്റെ വലിയൊരു വിപണിയായിരുന്നു ഇന്ത്യ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിപണി നഷ്ടപ്പെട്ടു. ഈ സ്റ്റുഡിയോയിൽ വിൽക്കുന്നത് ഏറിയ പങ്കും ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ അവർക്ക് കിടക്കട്ടെ പണി. ഈ ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത്. അതിൽ കുറച്ചൊക്കെ വാസ്തവം ഇല്ല എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഈ പറയുന്ന സ്റ്റുഡിയോയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്ന സംഘടനകൾ, പ്രത്യക്ഷത്തിൽ അതിൻ്റെ മുമ്പിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും അതേപോലുള്ള ചില തീവ്ര നിലപാടുള്ള ചില സംഘടനകളുമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഭീകരാക്രമണം നടന്നു പഹൽഗാമിൽ. 26 ഇന്ത്യൻ പൗരന്മാർ, ഒരാൾ നേപ്പാളി, അങ്ങനെ 26 പേര് കൊല്ലപ്പെട്ടു. എവിടെയെങ്കിലും ഒരു പ്രതിഷേധത്തിന് ഈ സംഘടന ഉണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും പേര്, ഇത് ഗാസയിൽ കൊല്ലപ്പെട്ടു. അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് നമ്മൾ പല മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും മാത്രമേ അറിയുള്ളൂ. അവിടെ നേരിട്ട് പോയി നമുക്കറിയില്ല. ഇത് നമ്മുടെ കൺമുമ്പിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരു മെഴുകുതിരി പ്രതിഷേധത്തിന് പോലും ആരും ഉണ്ടായിരുന്നില്ല.
ആ ആൾക്കാരാണിപ്പോൾ ഗസയിലെ വിലാപത്തിൻ്റെ പേരിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഗസയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള രണ്ട് വാദങ്ങളുണ്ട്. അവിടെ ഇസ്രയേൽ സൈനികമായി ഇടപെടുന്നുണ്ട്, അവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, സ്ത്രീകൾ വിധവകളാകുന്നു, എല്ലാം ശരി തന്നെ. പക്ഷെ അതിൻ്റെ ഒരു മറുവശം അവിടെ സംഭവിക്കുന്നതായിട്ട് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ ഇവർ ഈ പറയുന്ന ഫലസ്തീൻ അനുകൂലികൾ, കൃത്യമായി പറഞ്ഞാൽ എന്താണ് അവരുടെ പേര്, ഹമാസ് വലിയ രീതിയിൽ അവിടെ ധനശേഖരണം നടത്തുകയാണ്. ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആ വിശാലമായ സങ്കല്പമൊക്കെ എന്നോ പോയി. യാസർ അറാഫത്തിന്റെ കാലത്തിന് ശേഷം അവിടെ കൃത്യമായൊരു നേതൃത്വം ഇല്ല. അവിടെ ഉണ്ടായത് മുഴുവൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ. യാസർ അറാഫത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആളായിരുന്നു, ഒരു പൊളിറ്റീഷ്യനായിരുന്നു, ഒരു വിമോചന പോരാളിയായിരുന്നു. പക്ഷെ അതിന് ശേഷം വന്നവരൊക്കെ തീവ്ര നിലപാടുകളുള്ളവരായിരുന്നു. എതിരാളികളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ എതിരാളികളുടെ നേരെ ഒളിയാക്രമണം നടത്തുക. അവിടെയും ഇതേപോലെ എന്താണോ ഇസ്രായേൽ സേന ഫലസ്തീനിൽ ചെയ്യുന്നത് അതിൻ്റെ 3 ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് ചെയ്യുക. ഇതാണ് അവിടെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടുമുറ്റത്ത് ഈ കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് കറക്റ്റ്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകാത്ത ഇവർ എന്ത് കാര്യത്തിലാണ് ഇതിൻ്റെ പേരിൽ ഇറങ്ങുന്നത്? മുമ്പ് സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിൻ്റെ പേരിൽ ഇവിടെ പ്രതിഷേധം നടന്നിട്ടുണ്ട്. ഹർത്താൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ അതേ മാതൃകയിലാണ് ഈ ഇങ്ങനെയാണെങ്കിൽ ടാറ്റയുടേതല്ലേ ഈ പാസ്പോർട്ട്, അവരല്ലേ ഈ ഇതെടുത്തേക്കുന്നത്, ടാറ്റയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ഹജ്ജിന് പോകാനും ഉംറയ്ക്ക് പോകാനും ഒക്കെ പറ്റുമോ? ടാറ്റ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ല, അങ്ങനെ ബഹിഷ്കരിക്കണമെങ്കിൽ അതും കൂടെ ബഹിഷ്കരിക്കണം. അല്ല പോട്ടെ, നമ്മൾ ഈ തുണി വാങ്ങുന്നില്ല എന്ന് വെക്കട്ടെ. ഇത് ഈ തുണിക്കടയിൽ പ്രതിഷേധിക്കാൻ പോയവർ യാത്ര ചെയ്ത് ചിലപ്പോൾ ടാറ്റയുടെ കാറിലായിരിക്കും, അല്ലെങ്കിൽ കാറ് മേടിക്കാൻ അവസ്ഥയില്ലാത്തവർ KSRTC ബസ്, അതും മിക്കതും ടാറ്റയുടേതാണ്. ബഹിഷ്കരിക്കാനാണെങ്കിൽ എന്തും ആവാമല്ലോ. സ്വന്തമായി വാങ്ങിയ കാറോ വാഹനങ്ങളോ അത് നശിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധിയായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അതെല്ലാം ഈ ടാറ്റയുടെ തന്നെ ഉൽപ്പന്നങ്ങളാണ്, ഏറിയ പങ്കും. ഈ പാസ്പോർട്ടിന്റെ TCS, അതെ നമ്മൾ അതായത് ഡാറ്റ കൈമാറ്റത്തിന് ഈ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന TCS ആണ്. ഹജ്ജിന് പോകുന്ന വിമാനം എയർ ഇന്ത്യ, അതും ടാറ്റയുടേതാണ്. അപ്പോൾ ബഹിഷ്കരിക്കുന്നെന്ന് പറയാം ഒരു തുണിയുടെ പേരിൽ മാത്രം. നമുക്ക് മൊത്തത്തിലാണെങ്കിൽ ഓക്കെ, അത് മനസ്സിലാക്കാം. ഈ തുണിയുടെ പേരിൽ മാത്രം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയിരുന്നു. അപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷേ ഞാൻ ഇന്ന് പോയാൽ അവിടെ കയറാൻ പറ്റില്ല. ആളുകൾ ഇടിച്ചു കയറുകയാണ്. ഈ പ്രതിഷേധം കൊണ്ട് സ്റ്റുഡിയോയ്ക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. അതെ, ശരി, ഭയങ്കര നേട്ടം എന്നാണ് പറയുന്നത്. നിരവധി ആളുകൾ വരുന്നുണ്ട്. കാരണം ഈ പേര് അറിഞ്ഞൂടാത്ത പലരും ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് എന്ന് വരെ ഇപ്പൊ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതെ, ഇത് സ്റ്റുഡിയോ പരസ്യം അങ്ങനെ കൊടുക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു വലിയ പരസ്യമായി. ഇതിപ്പോ മൗത്ത് പബ്ലിസിറ്റി തന്നെ ധാരാളം, വലിയ പരസ്യമായി. എന്തായാലും ഈ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ നേട്ടങ്ങളാണെന്ന് അറിയുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷം. പ്രത്യേകിച്ച് ഒരു വിഭാഗം, എല്ലാവരെയും അല്ല, ഈ തലയ്ക്കകത്ത് മൂളയുള്ള കുറേ നല്ല ജനങ്ങളുണ്ട് ഈ വിഭാഗത്തിൽ തന്നെ. അവരാരും ഇതിന് രംഗത്തിറങ്ങില്ല. പക്ഷെ അല്ലാത്ത കുറേ മണ്ടന്മാരുണ്ട്. അവന്മാരുടെ പ്ലാൻ അമ്പയെ പാളി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.